നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പരിപാടി ഒരു ചിക്കൻ ഫ്രൈ ചെയ്യലാണ്. അതായത് ഫുൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മുടെ പണ്ട് നാട്ടിൽ ഇതേപോലെ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ചിക്കനാണ് ചിക്കൻ ഫ്രൈ, ഡീപ് ഫ്രൈ ചെയ്ത ആ ഒരു ടേസ്റ്റ് അത് കഴിക്കാൻ കൊതി. പിന്നെ നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നില്ല, അപ്പം തന്നെ ഒരു ചിക്കൻ മേടിച്ചു, ഒന്നല്ല രണ്ട് ചിക്കൻ മേടിച്ച് ഫുള്ളായിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കുകയാണ്. ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, എണ്ണലിട്ട് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളി ഒരു മസാല സെറ്റ് ചെയ്തിട്ട് നമുക്ക് പെരട്ടി റെഡിയാക്കി വറുത്തെടുക്കാം, എന്നിട്ട് കഴിക്കാം. ഓക്കെ, എന്നാൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് മുറിയാൻ വേണ്ടി ഇതിന് കട്ടിയുണ്ടല്ലോ. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിലോ ഉള്ള ചിക്കനാണ്. ഒരു ചിക്കൻ 1 കിലോ വരും. അങ്ങനെ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് രണ്ടും നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മസാല പുരട്ടി കുട്ടപ്പനാക്കാം. അപ്പൊ ഇന്ന് മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും 2 കിലോ ചിക്കനാണ് നമുക്കുള്ളത്. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് കാശ്മീരി ചില്ലിയാണ്. ഞാൻ പൊതുവേ കുറച്ച് എരിവ് കുറച്ച് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ കളർ വേണം. കളറിന് വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. എരിവ് കുറവായിരിക്കും, കളർ കിട്ടും. ഇനി അടുത്ത കുറച്ച് ജീരകമാണ്. ജീരകത്തിന്റെ പൊടി, അത് നല്ല ജീരകം, അതായത് വലിയ ജീരകമാണ്. അത് ഞാൻ കുറച്ചിടുന്നുണ്ട്. അടുത്തത് നമ്മുടെ മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ഞാൻ 1 ടീസ്പൂണാണ് ഇടുന്നത്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഇടാം. കുരുമുളക് പൊടി ആവശ്യത്തിനിടുക. കുറച്ച് കൂടി കിടന്നോട്ടെ. കുരുമുളക് ടേസ്റ്റ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, 2 ചിക്കൻ ആവശ്യമുള്ള ഉപ്പ്. ഇനി അടുത്ത് ജിഞ്ചർ ആൻഡ് ഗാർലിക്, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റ് ആണ്. ഇത് ഫുൾ ഇടുക ഞാൻ. അത് പേസ്റ്റ് ആണ്. ഇനി കുറച്ച് നാരങ്ങ നീര്. ഇത് കോൺഫ്ലോറും അരിപ്പൊടിയും കൂടെ എടുത്തിരിക്കുന്നതാണ്. ഇത് നല്ലൊരു കോട്ടിങ്ങിന് വേണ്ടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പ്നെസ് കിട്ടും. അപ്പം കോട്ടിങ് ക്രിസ്പ്നെസ് ഇത് രണ്ടിനും കൂടിയാണ് അരിപ്പൊടിയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടിടുക. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓയിൽ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഓരോരുത്തർ ഇഷ്ടം കേട്ടോ. അതിപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ എനിക്ക് മുളക് പൊടി കുറവാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മസാല റെഡി. നമുക്ക് പെരട്ടി എടുക്കാം, തേച്ച് പിടിക്കാം. നമ്മൾ ഈ വരഞ്ഞതിന്റെ ഇടക്കൊക്കെ ഇങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിക്കാം. നന്നായിട്ട് പെരട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ടൈം എടുത്ത് എല്ലാ സ്ഥലത്തും വരഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഒരേപോലെ പെരട്ടി നല്ല സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 2-3 മണിക്കൂർ ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നമുക്ക് എടുത്ത് വറക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ മുന്നേ വെച്ചതാണ്. അത് റെഡിയാക്കി ഇനി വറുത്തെടുക്കാം. ഓക്കെ, ഓക്കെ. എണ്ണയിൽ സാധനം ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് കഴിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് വേകട്ടെ. അപ്പോൾ അതിന് വേണ്ടി ഒരു 10 മിനിറ്റ് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ല് കേട്ടോ. പണ്ട് തട്ടുകട ഇതേപോലെ നമ്മൾ എറണാകുളത്തൊക്കെ പോകുമ്പോൾ തട്ടുകട സൈഡിൽ മുരിഞ്ഞ ചിക്കൻ്റെ മണം വരും. ആ അതേ സ്മെല്ല്. ഞാൻ ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡീപ് ഫ്രൈ അല്ലെന്നേ ഉള്ളൂ.
രക്ഷയില്ലാത്ത സ്മെല്ലാണ്. കഴിക്കുമ്പോൾ അറിയാം ബാക്കിയുള്ളത്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചിക്കൻ 2 ഫ്രൈ ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. നല്ല അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ശരിക്കും നമ്മുടെ തട്ടുകടയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് എൻ്റെ ശ്രമം. ഏറെക്കുറെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. നല്ല പൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആഹാ, സൂപ്പർ. ഇതിൻ്റെ പുറത്തേക്ക് ഇടാൻ 2 സാധനം നമ്മൾ വറുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളിയും വറുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഇടാം. ഞാൻ പെതറിയിടാം. ആഹാ, ഇതിൻ്റെ ഗ്രേവി ആയിട്ട് ഞാൻ എടുക്കാൻ പോകും. പിന്നെ വേറെ ഒരു ഗ്രേവി വേണ്ട. ഇതാണ് ഇതിൻ്റെ സാധനം. ഇനി കുറച്ച് കറിവേപ്പില ഉണ്ട്. കുറച്ച് കറിവേപ്പില പൊടിച്ചു വിടുക കേട്ടോ. പൊടിച്ചും അല്ലാതെ ഇടണം. ഇനി നമ്മളിത് കഴിക്കാൻ പോവാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കാതെ എന്ത് ആഘോഷം അല്ലേ. അപ്പോൾ കഴിക്കാം. ഒരു ഫുള്ള് നമ്മളിങ്ങോട്ട് എടുത്തു. ആഹാ, നമ്മുടെ ദേശീയാഹാരമായ പൊറോട്ടയുടെ കൂടെയാണ് നമ്മളിന്ന് ഫുൾ ചിക്കൻ വറുത്തിരിക്കുന്നത് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാലയം തുടങ്ങാം. ഒരു കാലിങ്ങോട്ട് എടുക്കുക, എന്നിട്ട് പതിയെ ഇങ്ങോട്ട് വെക്കുക. ഇവിടെ നിന്ന് കുറച്ച് മുരിഞ്ഞ ഉള്ളി കണ്ടോ, നല്ല മുരിഞ്ഞ ഉള്ളിയാണ്. ഇതങ്ങോട്ട് വെക്കുക, എന്നിട്ട് പതിയെ എടുക്കണം. ആഹാ, മോനെ ഇതാണ് സുഖം. ഓ, രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ചിക്കനാണ് നല്ല മസാല കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളി പൊരിഞ്ഞ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലോ ശരിക്കും സർവ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഓ, അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ. കിടിലനായിട്ടുമാണ്. എണ്ണയിൽ നമ്മൾ ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരു 20 മിനിറ്റ് കൊണ്ട് ഒരെണ്ണം മുരിഞ്ഞ് കിട്ടും. അടിപൊളിയാണ്, സൂപ്പറാണ്. ഉണ്ടാക്കി കഴിച്ചോ, എൻജോയ് ചെയ്തോ.